30 ദിവസത്തെ ഉക്രൈൻ വെടിനിർത്തൽ അംഗീകരിക്കാൻ അമേരിക്ക റഷ്യയോട് ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. നിരസിച്ചാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ഉക്രൈൻ ഈ നിർദ്ദേശത്തിന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യ ഇതുവരെ ഔദ്യോഗികമായി ഇതിനുവേണ്ടി പ്രതികരിച്ചിട്ടില്ല. വ്യാഴാഴ്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ യുക്രൈനിലെ സമഗ്രമായ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ അമേരിക്ക റഷ്യയോട് ആവശ്യപ്പെട്ടു. റഷ്യയുടെ സാധ്യമായ ഏറ്റവും മികച്ച ഫലമെന്ന് വിശേഷിപ്പിക്കുകയും സമാധാനത്തിനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കര, വ്യോമ, കടൽ ആക്രമണങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം എന്നിവയെല്ലാം 30 ദിവസത്തേക്ക് നിർത്തലാക്കണമെന്നാണ് US നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത്. റഷ്യയുടെ കരാർ വരെ കാത്തിരിക്കേണ്ടി വന്നതിനാൽ ഉക്രൈൻ ഇതിനോടകം അംഗീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ കൗൺസിലിൽ സംസാരിച്ച ആക്ടിംഗ് ഡെപ്യൂട്ടി US അംബാസഡർ ജോൺ കെല്ലി സൈനിക പ്രമേയത്തിനല്ല, നയതന്ത്ര പ്രമേയത്തിനാണ് വാഷിംഗ്ടൺ പ്രതിജ്ഞാബദ്ധമെന്ന് വ്യക്തമാക്കി. ഈ സമാധാന സംരംഭത്തിലും സാമ്പത്തിക പാക്കേജിലും ഉൾപ്പെടെ റഷ്യയുമായി സഹകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സംഘർഷത്തിന് സൈനിക പരിഹാരമില്ല എന്നും കെല്ലി വ്യക്തമാക്കി. തുടർച്ചയായ റഷ്യൻ ആക്രമണം അമേരിക്കയെ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറാനും കഠിനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും നിർബന്ധിതരാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഒരു പ്രധാന വിദേശ നയ ലക്ഷ്യമാക്കിയിരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തോടെ ആരംഭിച്ച സംഘർഷം അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്നതിനും ഇടയിലും തുടർന്നു. മെയ് 16 ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ ധാരണയിലെത്താതെ അവസാനിച്ചു. വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ വിവരിക്കുന്ന ഒരു മെമ്മോറാണ്ടം മോസ്കോ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഉക്രൈനുമായി പങ്കിട്ടിട്ടില്ലെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കി. ഇസ്താംബൂളിൽ തിങ്കളാഴ്ച 2ാം ഘട്ട ചർച്ചകൾ നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. റഷ്യയുടെ UN അംബാസഡർ വാസിലി നെബൻസിയ നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള മോസ്കോയുടെ പ്രതിബദ്ധത ആവർത്തിച്ചു. കീവ് നയതന്ത്രമോ പരാജയമോ തിരഞ്ഞെടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. പന്ത് ഉക്രൈന്റെ കോർട്ടിലാണ്. ഒന്നുകിൽ ചർച്ചകൾ തുടർന്ന് സമാധാനം, അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വ്യത്യസ്ത വ്യവസ്ഥകളോടെ യുദ്ധക്കളത്തിൽ ഉക്രൈന്റെ ഒഴിവാക്കാനാവാത്ത തോൽവി, നെബൻസിയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. എന്നിരുന്നാലും സമാധാനത്തിൽ റഷ്യയ്ക്ക് യഥാർത്ഥ താൽപര്യമില്ലെന്ന് ഉക്രൈന്റെ ഡെപ്യൂട്ടി UN അംബാസഡർ ക്രിസ്റ്റീന ഹയോബിഷിൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾക്ക് അംഗീകാരമില്ല, പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ല, ആക്രമണത്തോടെ സഹിഷ്ണുതയില്ല എന്ന ഉക്രൈന്റെ നിലപാട് വീണ്ടും ഉറപ്പിച്ചു. ഞങ്ങളുടെ പ്രതിരോധമോ സഖ്യങ്ങളോ ഉൾപ്പെടെയുള്ള പരമാധികാര തീരുമാനങ്ങളിൽ ഇടപെടൽ ഞങ്ങൾ അനുവദിക്കില്ല. ആക്രമണകാരിയെ പ്രീണിപ്പിക്കാൻ പാടില്ല. അത്തരം ശ്രമങ്ങൾ ഭാവിയിലെ ആക്രമണത്തിന് ധൈര്യം പകരും. മോസ്കോയ്ക്കെതിരായ ഉപരോധങ്ങൾ കർശനമാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഹയോബിഷിൻ പറഞ്ഞതിങ്ങനെയാണ്. അതായത് 2022 ഫെബ്രുവരി 24 പുലർച്ചെയായിരുന്നു പുടിന്റെ യുദ്ധപ്രഖ്യാപനം. യുക്രൈനിൽ റഷ്യൻ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ നടത്തുമെന്നായിരുന്നു പുടിൻ അറിയിച്ചത്. മേഖലയിലെ വിമത സംഘങ്ങൾ യുക്രൈനിൽ നിന്നുള്ള ആക്രമണം പ്രതിരോധിക്കാൻ സഹായം തേടിയിരുന്നു. അതനുസരിച്ചുള്ള സൈനിക നടപടിയായിരുന്നു അത്. യുക്രൈൻ സൈന്യം ചെറുത്തുനിൽപ്പിന് മുതിരരുത്, ആയുധം വെച്ച് കീഴടങ്ങണം. രക്തച്ചൊരിച്ചിലുണ്ടായ അതിന്റെ ഉത്തരവാദിത്തം യുക്രൈനും സഖ്യത്തിനുമായിരിക്കും. റഷ്യൻ സൈനിക നടപടിയിൽ ഏതെങ്കിലും രാജ്യം ഇടപെട്ടാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിർത്തിയിൽ റഷ്യ നടത്തിയ അധിക സേനാ വിന്യാസത്തെ തുടർന്നുള്ള യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി യോഗം ചേരുമ്പോഴായിരുന്നു പുടിന്റെ യുദ്ധപ്രഖ്യാപനം. പിന്നാലെ യുക്രൈൻ മിസൈൽ ആക്രമണങ്ങൾക്ക് സാക്ഷിയായി. ദിവസങ്ങൾക്കുള്ളിൽ സൈനിക നടപടി സമ്പൂർണ്ണ യുദ്ധമായി മാറി. തീരമേഖലയിലൂടെയാണ് റഷ്യൻ സൈന്യം യുക്രൈനിൽ ആധിപത്യം ഉറപ്പിച്ചത്. കരിങ്കടൽ മേഖലയിൽ ക്രിമിയയിലൂടെ കടന്ന സൈന്യം തുറമുഖ നഗരമായ മരിയോപോൾ, മെൽറ്റോപോൾ മേഖലകൾ നിയന്ത്രണത്തിലാക്കി. റഷ്യ സ്വതന്ത്ര പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച ഡൊനെറ്റ്സ്കിനോടും യുഹാൻസിനോടും വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഡോൺബാസിനോടും ചേർന്ന നഗരങ്ങളാണ് ഇവ. പിന്നാലെ കേഴ്സൺ നഗരത്തിലുള്ള പോരാട്ടവും റഷ്യ വിജയിച്ചു. റഷ്യൻ സൈന്യം ആദ്യം കൈയടക്കുന്ന പ്രാദേശിക തലസ്ഥാന നഗരമായിരുന്നു ഖെർസൺ. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമുള്ള സ്പൊറാഷ്യയും റഷ്യയുടെ നിയന്ത്രണത്തിലായി. കരിങ്കടൽ മേഖലയിലെ മറ്റൊരു തുറമുഖ നഗരമായ ഒഡേസയിലേക്കായിരുന്നു പിന്നീട് റഷ്യൻ സേനയുടെ മുന്നേറ്റം. റൊമാനിയൻ തീരം വരെയുള്ള സമുദ്ര അതിർത്തി പിടിച്ച് നാവികശക്തി കൂട്ടുക എന്ന റഷ്യയുടെ കാലങ്ങളായുള്ള ആഗ്രഹവും അതിന് ശക്തി പകർന്നു. കീവിലേക്കും അതിവേഗമാണ് റഷ്യൻ സൈന്യം മുന്നേറിയത്. റഷ്യയും ഉക്രൈനും തമ്മിൽ നിരവധി തവണ നയതന്ത്ര ചർച്ചകൾ നടത്തിയെങ്കിലും യുദ്ധത്തിന് അവസാനമായിട്ടില്ല.
പുടിൻ ഭരണകൂടത്തിന് മേൽ എക്കാലത്തെയും കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ US-ഉം UK-യും യൂറോപ്യൻ യൂണിയനും യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അണിനിരന്നിരുന്നു. US പ്രസിഡന്റ് ട്രംപിന്റെ മധ്യസ്ഥതയിലും ഇസ്താംബൂളിലുമൊക്കെ പലതവണ ചർച്ചകൾ നടന്നു. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സെലൻസ്കി ട്രംപിനോടുൾപ്പെടെ ഇടഞ്ഞു. യുക്രൈനിലെ ധാതു സമ്പത്തിന്റെ കണ്ണുനട്ടുള്ള ട്രംപിന്റെ കരാറിനെ ചൊല്ലിയായിരുന്നു സെലൻസ്കിയുടെ കടുംപിടുത്തം. എന്നാൽ യുക്രൈനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിവെച്ചും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാതെയും ട്രംപ് ഭരണകൂടം പകരം വീട്ടി. US-ന്റെ പിന്തുണയില്ലാതെ അതിജീവനം സാധ്യമാകില്ലെന്ന് സെലൻസ്കിക്ക് ബോധ്യമുണ്ടായിരുന്നു. അവസരം മുതലെടുത്ത് റഷ്യ ആക്രമണം കടുപ്പിച്ചാൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെ യുക്രൈൻ കീഴടങ്ങേണ്ടി വരും. അപ്പോഴേക്കും രാജ്യം കുട്ടിച്ചോറായിട്ടുണ്ടാകും. അത് മുന്നിൽ കണ്ട സെലൻസ്കി അനുരഞ്ജനത്തിന്റെ പുതിയ നയതന്ത്രം പുറത്തെടുത്തു. ചർച്ചകൾക്കും കരാറുകൾക്കും സമ്മതം മൂളി. അപ്പോഴും പുടിൻ ഇടഞ്ഞു നിന്നു. കാലങ്ങളായി പറഞ്ഞ വാദമുഖങ്ങളും ആവശ്യങ്ങളും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇനിയെങ്കിലും യുദ്ധത്തിനൊരു പര്യവസാനം കണ്ടില്ലെങ്കിൽ സാധാരണക്കാരായ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കും മറ്റു പലതിനും വഴിയൊരുക്കുന്നത് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.